നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ ഇന്നത്തെ കളിയെ എങ്ങനെ വിലയിരുത്തുന്നു? ബ്രസീലിയൻ ആരാധകർക്ക് തീർച്ചയായിട്ടും നിരാശയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കളിക്കളത്തിൽ കണ്ടത്. വലിയ ആധിപത്യം ബ്രസീൽ പുലർത്തിയിട്ടുണ്ട് കോസ്റ്റാറിക്കയ്ക്കെതിരെ, ശരിയാണ്. പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ ഒരാളില്ലാതെ എന്ത് ചെയ്യാനാണ്? ആകെ ഒരു തവണ പന്ത് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ മാർക്കിഞ്ഞോസ് ഓഫ് സൈഡാണ് എന്നാണ് പിന്നീട് VAR ചെക്ക് ചെയ്ത് വിധിക്കപ്പെട്ടത്. ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു ബ്രസീലിന് പന്ത് വലയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിൽ. അതേസമയം കോസ്റ്റാറിക്കയുടെ ഗോൾ കീപ്പറുടെ കിടിലൻ സേവ് മറക്കുന്നില്ല, പക്കറ്റിയുടെ ഒരു ഷോട്ട് പോസ്റ്റിലടിച്ച് പോയത് മറക്കുന്നില്ല. ഇങ്ങനെ കുറേ ദൗർഭാഗ്യങ്ങളുമുണ്ട്. പക്ഷെ ദൗർഭാഗ്യങ്ങൾ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. 19 ഷോട്ടുകൾ തീർത്തില്ലേ? ആദ്യ പകുതിയിൽ 9 ഷോട്ടും പിന്നെ 10 ഷോട്ടും രണ്ടാം പകുതിയിൽ. എന്നിട്ടോ വളരെ തുച്ഛമായ എണ്ണം ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിലേക്ക് പോയത് എന്ന് പറയുന്നിടത്തുണ്ട് ബ്രസീൽ ടീമിൻ്റെ ദൗർബല്യം. ശരിയാണ്, കോസ്റ്റാറിക്ക കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് നിന്നതാണ്. അവസാന ഘട്ടത്തിലൊക്കെ നോക്കുമ്പോൾ 8-9 പേരാണ് അവരുടെ പെനാൽറ്റി ബോക്സിൽ. അങ്ങനെയേ കളിക്കൂ. ബ്രസീലിനെ പോലൊരു ടീമിനെതിരെ എതിരാളികൾ അങ്ങനെയേ കളിക്കൂ. അത് പൊളിക്കാൻ, അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നിടത്താണ് ടീം വിജയിച്ച് കയറുക. ഇപ്പോൾ ഈ കളിയെ നമ്മൾ 2 പകുതികളായിട്ട് വിലയിരുത്തിയാൽ, ആദ്യ പകുതിയിൽ ബ്രസീലിന് ആധിപത്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഗോളില്ലാത്ത ആദ്യ പകുതി. ഈ ആദ്യ പകുതി കാണുമ്പോൾ ഒരു സംശയവും വേണ്ട, റോഡ്രിഗോ ആയിരുന്നു ബ്രസീലിൻ്റെ ബെസ്റ്റ് പ്ലെയർ. ആദ്യ പകുതിയിൽ ബെസ്റ്റ് പ്ലെയർ അദ്ദേഹം തന്നെയാണ്. ബാക്കിയുള്ളവരൊന്നും അദ്ദേഹത്തിന് അരികിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ബെസ്റ്റ് ചാൻസ് ഒക്കെ വന്നത് റോഡ്രിഗോയിലൂടെയാണ്. വിനീഷ്യസ് ജൂനിയർ, ലൂക്കാസ് പക്വേറ്റ, അരാന ഇങ്ങനെയുള്ളവർ ആദ്യ പകുതിയിൽ പത്തറ്റിക് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ജാവോ ഗോമസ് പക്ഷേ വളരെ സോളിഡായിരുന്നു ആദ്യ പകുതിയിൽ. റാഫിഞ്ഞയും വിനീഷ്യസും ഒക്കെ വളരെ വൈഡായിട്ട് കളിക്കുന്ന ഒരു കാഴ്ച. ബ്രസീൽ തീർച്ചയായിട്ടും സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഇമ്മീഡിയറ്റ്ലി വരുത്തണമെന്ന തോന്നലാണ് ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോസ്റ്റാറിക്കയ്ക്ക് ബോൾ കിട്ടുമ്പോൾ അത് ശക്തമായിട്ട് പ്രഷർ ചെയ്ത് തിരികെ പിടിക്കാനുള്ളൊരു ശ്രമം ബ്രസീലിയൻ താരങ്ങൾ നടത്താത്ത പോലുള്ളൊരു ഫീലും ആദ്യ പകുതിയിൽ ഉണ്ടായി. അതുപോലെ റഫറിയുടെ ഓരോ കോളിനും ബ്രസീലിയൻ താരങ്ങൾ ഒരു കാരണവുമില്ലാതെ എന്ന് തോന്നിപ്പിക്കും വിധം അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും റോഡ്രിഗോ മോശമല്ലാത്ത പ്രകടനം തുടരുന്നു. ലൂക്കാസ് പക്വേറ്റ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കുന്ന കാഴ്ച, അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് പോസ്റ്റിലടിച്ച് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അധികം വൈകാതെ 71ാമത്തെ മിനിറ്റിലാണെന്ന് തോന്നുന്നു, എൻട്രിക്ക് കളിക്കളത്തിലേക്ക് വിനിയെ പിൻവലിച്ചുകൊണ്ട് എൻട്രിക്കിനെ വരുത്തുന്നു. സാവിഞ്ഞോ വരുന്നു. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകളായിരുന്നു. ബ്രസീൽ കോച്ചിൻ്റെ എങ്ങനെയും ജയിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനുകളാണത്. അതിലെടുത്ത് പറയേണ്ട കാര്യം, വിനി വളരെ പരിതാപകരമായ പെർഫോമൻസ് നടത്തി. ഒരൊറ്റ ഡ്രിബിളിങ് പോലും അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടില്ല. നിരവധി തവണ അദ്ദേഹത്തിൽ നിന്ന് പൊസിഷൻ ലോസ്റ്റായി. ക്രോസുകൾ മികച്ച രൂപത്തിൽ വരുന്നില്ല. നമ്മൾ റയൽ മാഡ്രിഡിൽ കാണുന്ന വിനീഷ്യസിൻ്റെ നിഴൽ മാത്രമായിരുന്നു ഇന്ന് കളിക്കളത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും സാവിഞ്ഞോയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി. കളിക്കളത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹമാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കാൻ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാം പകുതി അവസാനിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ളൊരു ഫീലിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാവിഞ്ഞോ, എൻട്രിക്ക് ഈ 2 പേരെ അടുത്ത കളിയിൽ സ്റ്റാർട്ട് ചെയ്യിക്കണമെന്നൊരു ഫീലിംഗ് ആണ്. റാഫിഞ്ഞയും വിനിയെയും ബെഞ്ചിലിരുത്തുക, ആവശ്യമുള്ളപ്പോൾ ഇറക്കുക. അപ്പം അങ്ങനെ പറയുമ്പോൾ ആരും അതങ്ങ് അംഗീകരിക്കില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ടൂർണമെൻ്റാണ്. ഇവിടെ പെർഫോം ചെയ്യാത്ത താരങ്ങളെ വെച്ചുകൊണ്ട് മുന്നോട്ട് അധിക കളികൾ പോകാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിയുകയാണ് വേണ്ടത്. സാവിഞ്ഞയുടെ കാര്യത്തിൽ ഇന്ന് നടന്ന മത്സരം വളരെ മികച്ച പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആകെ 29 മിനിറ്റാണ് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം 9 ഡ്രിബിളിംഗ് നടത്തിയതിൽ 6ഉം സക്സസ്ഫുൾ ആയിരുന്നു. ഈ മത്സരത്തിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബിളിംഗ് നടത്തിയ താരം വെറും 20 മിനിറ്റ് കളിച്ച സാവിഞ്ഞോയാണ്. 15 പാസുകൾ കൊടുത്തതിൽ 14ഉം സക്സസ്ഫുൾ ആയിരുന്നു, ആക്യുറേറ്റ് ആയിരുന്നു. 93% പാസിംഗ് ആക്യുറസി.
അതുപോലെ തന്നെ ഒരു ഡിസിസീവ് ആയിട്ടുള്ള പാസ്, ഒരു കീ പാസ് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അങ്ങനെ മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് സാവിഞ്ഞോയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇനി കോച്ച് എന്ത് ചെയ്യും അടുത്ത കളിയിൽ എന്നുള്ളത് കണ്ടിട്ടുണ്ട്. പിന്നെ പക്കേറ്റയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ആദ്യ പകുതിയിൽ പത്തറ്റിക് ആണെങ്കിലും ഓവറോൾ അദ്ദേഹം രണ്ടാം പകുതിയിലൊക്കെ മെച്ചപ്പെട്ട പ്രകടനം നടത്തി. ചില മനോഹരമായ പന്തുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മോശമല്ലാത്തൊരു പെർഫോമൻസ് ആണ് ടോട്ടൽ നമുക്ക് പക്കേറ്റിൽ നിന്ന് കാണാൻ പറ്റിയത്. 5 ടാക്കിളുകൾ അദ്ദേഹം നടത്തി, 13 ഡ്യുവൽസിൽ 9 എണ്ണം വിൻ ചെയ്തു. അത് കളിയിൽ ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്ത താരം അദ്ദേഹമാണ്. 7 ബോളുകൾ അദ്ദേഹം റിക്കവർ ചെയ്തു. 5 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും ഓൺ ടാർഗറ്റിലേക്ക് പോലും, ഒരു ഷോട്ട് പോസ്റ്റിലടിച്ച് പോവുകയും ചെയ്തു. 2 കീ പാസുകൾ അദ്ദേഹത്തിൽ നിന്ന് വരികയും ചെയ്തു. അപ്പം ഇവിടെ ചില വെളിച്ചങ്ങളുണ്ട്. ബ്രസീലിന്റെ കോച്ച് പക്ഷെ പറഞ്ഞ് ഞങ്ങൾ നന്നായി കളിച്ചു എന്നാണ്. ഡൊർവാൾ ജൂനിയർ കളി കഴിഞ്ഞിട്ട് പറഞ്ഞത് ഞങ്ങൾ നന്നായി കളിച്ചു എന്നാണ്. ഒരു പക്ഷെ അങ്ങനെ വിലയിരുത്തുന്നവരും ഉണ്ടാവാം. കോസ്റ്റാറിക്കയ്ക്ക് മേലെ വലിയ ആധിപത്യമൊക്കെ പുലർത്തിയല്ലോ, നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയല്ലോ, നിരവധി ചാൻസുകൾ ഉണ്ടാക്കിയല്ലോ. പക്ഷെ അതല്ലല്ലോ ബ്രസീൽ ടീമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന കളി അതല്ലല്ലോ. ബ്രസീൽ ആവണം. മുമ്പ് ഫുട്ബോൾ ലോകം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് അവരിൽ നിന്ന് ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരും മത്സരങ്ങളിൽ കൂടുതൽ മികവിലേക്ക് പോയില്ലെങ്കിൽ പണി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഇതേ ഗ്രൂപ്പിലാണ് കൊളംബിയയുള്ളത്. കൊളംബിയ 24 കളികളായിട്ട് പരാജയം അറിഞ്ഞിട്ടില്ല, അൺബീറ്റൺ റൺ നടത്തുകയാണ്. ഇന്നും അവർ വിജയിച്ച് കയറിയിട്ടുണ്ട്. സോ ബ്രസീൽ ഭയന്നേ പറ്റൂ. വരും മത്സരങ്ങളിൽ ടീമിൻ്റെ പോരായ്മകൾ എവിടെയാണോ അത് തീർച്ചയായിട്ടും അതിന് സൊല്യൂഷൻ കണ്ടുകൊണ്ട് ഡൊറിവാൾ ജൂനിയർ ടീമിനെ കളിക്കളത്തിലേക്ക് ഇറക്കിയില്ലെങ്കിൽ മറ്റൊരു നാണക്കേടായിട്ട് ഈ കോപ്പ മാറാൻ സാധ്യതയുണ്ട്. 2016 കോപ്പ അമേരിക്ക സെന്റനാരിയോ ഇതേ US വെച്ചാണ് നടന്നത്. അന്ന് ഓർമ്മയില്ലേ ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്രസീൽ പുറത്തായത്. അങ്ങനെ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.